CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എം സ്വരാജ് നയിക്കുന്ന പതാക ജാഥ പന്തളത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയുടെ ഭാഗമായ പന്തളത്തേക്ക് ചെങ്ങന്നൂർ, ആലപ്പുഴയുടെ ഭാഗമായി ചെങ്ങന്നൂരിലൊക്കെ വലിയ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷമാണ് വീണ്ടും ജാഥ പത്തനംതിട്ട ജില്ലയുടെ പന്തളത്തിലേക്ക് എത്തിച്ചേരുന്നത്. ജാഥയിലുടനീളം വലിയ സ്വീകരണമാണ് ഈ പതാക ജാഥയ്ക്ക് ജാഥാംഗങ്ങളായിരിക്കുന്ന എം സ്വരാജ്, ജാഥാംഗം കെ അനുശ്രീ, ജാഥ മാനേജർ വത്സൻ പയോളി ഉൾപ്പെടെയുള്ളവർക്ക് ലഭിക്കുന്നത്. ആവേശജനമായ സ്വീകരണം. പന്തളത്തിലും ആവേശത്തിലൊട്ടും കുറവില്ല. മുദ്രാവാക്യം വിളികളും പുഷ്പവൃത്തികളും സഖാക്കൾ, പ്രവർത്തകർ CPM-ന്റെ സംസ്ഥാന ജാഥയെ സ്വീകരിക്കുന്ന, CPM-ന്റെ സംസ്ഥാന പതാക ജാഥയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകരാണ് പന്തളത്തെത്തി. വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രവർത്തകർ പന്തളത്തെത്തി സ്വീകരണം നൽകുകയാണ്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് പന്തളത്തും സ്വീകരണം ഒരുക്കുന്നത്. PP ഹർഷകുമാർ, ജില്ലയിലെ മുതിർന്ന നേതാക്കളായ കോഴഞ്ചേരി ഏരിയ സെക്രട്ടറി സ്റ്റാലിൻ, മറ്റ് പത്മകുമാർ തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ പന്തളത്തും സന്നിഹിതരാണ്. അങ്ങനെ പത്തനംതിട്ട ജില്ലയുടെ ഭാഗമായി പന്തളത്തെത്തുമ്പോഴും വലിയ സ്വീകാര്യത. ഇത് പത്തനംതിട്ട ജില്ലയിലുടനീളം വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. ആദ്യ സ്വീകരണ പോയിന്റ് തിരുവല്ലയിലേക്ക് എത്തിയപ്പോൾ തിരുവല്ലയുടെ ചുവന്ന മണ്ണിൽ ചെമ്പതായ്ക്ക് വലിയ സ്വീകരണം ലഭിക്കുന്നു. പിന്നീട് അവിടെ നിന്ന് ആറാട്ടുകടവ് വഴി ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ നിന്ന് വീണ്ടും മാന്തുകയിലെത്തിയപ്പോൾ, പന്തളം മാന്തുകയിലെത്തിയപ്പോൾ പത്തനംതിട്ട ജില്ലയുടെ ഭാഗമാകുന്നു. അതിനുശേഷം പന്തളം നഗരത്തിലാണ്. പന്തളത്തെ വലിയ രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണ് പന്തളം. ആ പന്തളത്തിൻ്റെ മണ്ണിൽ CPIM-ന്റെ സ്വീകാര്യത തന്നെ വിളിച്ചോതിക്കൊണ്ടാണ് ഈ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ പതാക ജാഥ കടന്നു വരുന്നത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എം സ്വരാജ്, കെ അനുശ്രീ ജാഥാംഗവും വത്സൻ പയോളി ജാഥാ മാനേജറുമായ പതാക ജാഥയാണ് കടന്നു വരുന്നത്. പത്തനംതിട്ട ജില്ലയുടെ പന്തളത്തിൽ ലഭിക്കുന്ന ഈ സ്വീകരണം തന്നെ സൂചിപ്പിക്കുന്നത് വലിയ സ്വീകരണമാണ്. അങ്ങനെയെങ്കിൽ വൈകിട്ട് കൊല്ലത്തേക്ക് 5 മണിക്ക് എത്തിച്ചേരുമ്പോൾ ഈ ജാഥയുടെ സ്വീകാര്യത അല്ലെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആവേശം തന്നെയായിരിക്കും ജാഥയ്ക്ക് ലഭിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തരത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ജാഥയുടെ ദൃശ്യങ്ങളാണ്. ജാഥ ക്യാപ്റ്റൻ എം സ്വരാജിന് പന്തളത്തിലെ CPIM-ന്റെ പ്രവർത്തകരുടെ, ഇടതുപക്ഷ പ്രവർത്തകരുടെ, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ പന്തളത്ത് നൽകുന്ന സ്വീകാര്യതയാണ് ജാഥയ്ക്ക് നൽകുന്ന വലിയ സ്വീകാര്യത തന്നെയാണ് കാണുന്നത്. മുൻപ് സ്ഥലത്തുമില്ലാത്ത ആവേശം. ജാഥ ക്യാപ്റ്റൻ എം സ്വരാജ്, അതുപോലെ ജാഥ മാനേജർ വത്സൻ പയ്യോളി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. വലിയ ആവേശമാണ്. ഇതുവരെ എത്തിയ സ്വീകരണ കേന്ദ്രങ്ങൾ കൂടുതൽ ആവേശത്തോടെ ഈ ജാഥയെ വരവേൽക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയോട് കാണിക്കുന്ന സ്നേഹവായ്പ ഞങ്ങൾക്ക് ഈ സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം പ്രകടമാണ്. ജാഥ മാനേജർ വത്സൻ പയോളിയാണ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, വലിയ ആവേശമാണ് ലഭിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പാർട്ടിയോട് ജനങ്ങൾ കാട്ടുന്ന ആ സ്നേഹത്തിന്റെയും ആദരവിന്റെയും സൂചന തന്നെയാണ് ഈ പന്തളത്തിന്റെ മണ്ണിലും അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയുടെ മണ്ണിലും എല്ലാം തന്നെ ലഭിക്കുന്നത് എന്നത് തന്നെയാണ്. തീർച്ചയായും അത് തന്നെയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും സാധിക്കില്ലായിരിക്കാം. ഇത്രയധികം പ്രവർത്തകർ അവരൊരു പതാക ജാഥയ്ക്ക് നൽകുന്ന സ്വീകരണം. പാർട്ടി 24-ാം കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള പതാക ജാഥയാണ് ഇത്. വൈകിട്ട് 5 മണിയോടെ പൊതുസമ്മേളന നഗരിയെ യെച്ചൂരി നഗറിൽ എത്തിച്ചേരും. യെച്ചൂരി നഗരിൽ ഉയർത്താനുള്ള പതാക ജാഥയെ വഹിച്ചുകൊണ്ടുള്ള ഇതാണ് കടന്നു വരുന്നത്. ഇപ്പോൾ പന്തളത്ത് വലിയ സ്വീകരണം ലഭിക്കുന്നു. നഗരത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു ജാഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പതാക ജാഥയ്ക്ക് പത്തനംതിട്ട ജില്ലയിൽ എല്ലായിടത്തും ഇത്തരത്തിലെ വലിയ സ്വീകരണം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്വീകരണം പ്രവർത്തകർ എല്ലാം തന്നെ വലിയ ആവേശത്തിൽ ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പതാക വഹിച്ചുകൊണ്ടുവരുന്ന പതാക ജാഥയ്ക്ക് അത് കയ്യൂരിന്റെ രക്തസാക്ഷികളുടെ മണ്ണിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥ പന്തളത്തേക്ക് എത്തിച്ചേരുമ്പോഴും അവിടുന്ന് ലഭിക്കുന്ന ആ തുടക്കം മുതൽ ലഭിച്ച സ്വീകാര്യത തന്നെയാണ് പന്തളത്തേക്ക് ലഭിക്കുന്നത്. ജാഥ ക്യാപ്റ്റനും അതുപോലെ തന്നെ ജാഥാംഗമാരി കെ അനുശ്രീയും ജാഥ മാനേജർ വത്സൻ പയോളിയും എല്ലാം തന്നെ പറയുന്നത് ഇത്തരത്തിലൊരു അനുഭവം തന്നെ അവർക്ക് ജാഥയിൽ ഉടനീളം ലഭിക്കുന്നത്. അതേ കാഴ്ച പന്തളത്തേക്ക് എത്തിച്ചേർന്നപ്പോൾ ലഭിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തീർച്ചയായും ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ അടൂർ കൊല്ലം ജില്ലയിലേക്ക് ജാഥ പ്രവേശിക്കും. ഇനി അടൂർ, അതിനുശേഷമാണ് കൊല്ലം ജില്ലയുടെ കവാടമായിരിക്കുന്ന ഏനാത്തിലേക്ക് ജാഥ എത്തിച്ചേരുന്നത്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഏനാത്ത് എത്തിച്ചേരും. അതോടുകൂടി തന്നെ സമ്മേളനം നടക്കുന്ന ജില്ലയിലേക്ക് ജാഥ എത്തിച്ചേരുകയും വലിയ തരത്തിൽ ആവേശകരമായ സ്വീകരണം കൊല്ലം ജില്ലയുടെ ഭാഗമായ ഏനാത്ത് വെച്ച് ഒരുക്കുന്നുണ്ട്. അങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ ജാഥ സമ്മേളന ജില്ലയായ കൊല്ലത്തിലേക്ക് അല്പസമയത്തിൽ തന്നെ കടക്കുകയും ചെയ്യും.